have to validate inside the tram. Inside the tram. If not, you will pay a fine. ഇത് ടോയ്ലറ്റ് ഇതെന്തുവാ? Gracias. Ciao. ഹായ് ഓൾ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഡേ 3. ഇന്ന് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 8th of May ആണ്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു വിഷ് സുജോമോൻ ഹാപ്പി ബർത്ത്ഡേ. അതായത് എൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഇത് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല. എഡിറ്റ് ചെയ്തെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ലേറ്റ് ആവും. ബട്ട് വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ ഇപ്പോൾ ഒരു 4:45 ഞാൻ ഇറങ്ങി. കണ്ടില്ല, ഫുള്ളിരുട്ടാണ്, ആരുമില്ല, എംപ്റ്റി സ്ഥലം. പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് നേരിട്ട് ലീവിങ് ടവർ ഓഫ് പിസ പോയി പിസ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നേരിട്ട് ഫ്ലോറൻസിലാണ് ഇന്ന് എൻ്റെ സ്റ്റേ ഉള്ളത്. സോ ഫ്ലോറൻസിലോട്ട് പോകണം. ആൻഡ് ഇവിടുന്ന് എൻ്റെ മിലാനോ സെൻട്രലിൽ നിന്ന് എൻ്റെ ട്രെയിന് ഓൾമോസ്റ്റ് 6:10 ട്രെയിന്. അത് മാത്രമല്ലായിരുന്നു ചീപ്പ് ടിക്കറ്റ്. ബാക്കിയെല്ലാം ലൈക്ക് 70-80 യൂറോസ് ആയിരുന്നു. ഇതിന് മാത്രം എനിക്ക് 35 യൂറോസിന് കിട്ടി. അതുപോലെ തന്നെ ഇവിടുന്ന് എനിക്ക് 5:40 ഫസ്റ്റ് ട്രെയിനുള്ള. അപ്പോൾ അത് പിടിച്ച് മിലാനോ സെൻട്രലിൽ പോകാനായിട്ടാണ്. സോ 2 ദിവസമായിട്ട് വ്ളോഗൊക്കെ ചെയ്യാനായിട്ട് ചെറിയൊരു മടി. ഒത്തിരി ദിവസമായല്ലോ, ലൈക്ക് എങ്ങനെ ചെയ്യേണ്ടത് എന്താണെന്നൊക്കെ ഒരു എനർജി കിട്ടുന്നില്ലായിരുന്നു. ഇന്നായപ്പോഴത്തേക്ക് ശരിയായി, കുഴപ്പമില്ല. ബാക്കിയെല്ലാം കറക്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്ത് കാര്യങ്ങളൊക്കെ കാണിക്കാം. പിന്നെ പറയാൻ പറ്റും ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുന്ന് ബൊവിസ എന്ന ഓൾമോസ്റ്റ് 15-20 മിനിറ്റ്സ് ആണ് മിലാനോ സെൻട്രലിൽ നിന്ന് എനിക്ക് 6:10 ലൈക്ക് ട്രെയിനുള്ളത്. അത് ഓൾമോസ്റ്റ് 4 hours 10 minutes കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 10-10:30 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു 1 hour അവിടെ കറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലോറൻസിലോട്ട് പോകാനായിട്ടുള്ള പ്ലാനാണ്. സോ ഫ്ലോറൻസ് ഇസ് ഓൾസോ ലൈക്ക് 1.5 hour ജേർണി ഫ്രം പിസ. ഇതാണ് ടോട്ടൽ ഡ്യൂറേഷൻ ലൈക്ക് ട്രാവലിൻ്റെ. ഇത് കഴിഞ്ഞിട്ടുള്ള ട്രെയിൻസൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ബസ് നോക്കിയായിരുന്നു. ബസ്സൊക്കെ എനിക്ക് 6 hours 8 hours ഒക്കെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് പ്രോപ്പർ ടൈമിങ്ങിലില്ലായിരുന്നു. ഫ്ലെക്സി ബസ് ആയിരുന്നു ഈസി ട്രാവലിംഗ് ചെയ്യാനായിട്ട്. ബട്ട് നൈറ്റ് ട്രാവലും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് വെരി മച്ച് ഗുഡ്. ബട്ട് ഡേ ട്രാവലിന് ഐ ഡോണ്ട് പ്രിഫർ ഫ്ലെക്സി ബസ്. സോ നമ്മുടെ ട്രെയിൻ എത്തി. 5 സമയം ഇപ്പോൾ എത്ര? 5:17 ആയപ്പോൾ തന്നെ ട്രെയിൻ എത്തി. മൽബസാനി എക്സ്പ്രസ് എന്നാണ് കാണിക്കുന്നത്. ഇത് എയർപോർട്ടിൽ നിന്ന് വരുന്നതാണ്. മിലാൻ സെൻട്രലിൽ വന്നിറങ്ങി. എൻ്റെ ട്രെയിനിൻ്റെ ഇതുവരെ പ്ലാറ്റ്ഫോം കാണിച്ചിട്ടില്ല ഇവിടെ. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുമായിരുന്നു. ഭയങ്കര വലിയ ട്രെയിൻ സ്റ്റേഷനാണ് മിലാനോ സെൻട്രൽ കേട്ടോ. ഒത്തിരി പ്ലാറ്റ്ഫോംസും കാര്യങ്ങളുണ്ട്. ഇതെല്ലാം പ്ലാറ്റ്ഫോംസും കാര്യങ്ങളാണ്. ആൻഡ് അവിടെ ടൈമിങ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എൻ്റെ 6:10 പോകുന്ന ട്രെയിനാണ്. സോ അതിന് പ്ലാറ്റ്ഫോം ഇതുവരെ കാണിച്ചിട്ടില്ല. ആൻഡ് ഇവിടെ തന്നെ ഷോപ്സ് ഉണ്ട്. താങ്ക് യു. Hi bro. Estamos con nos. Yeah, thank you. Dale. Take away. One chocolate, cream, jam. Cream, please. And then la tomato, bro. Yes, please. സോ ഞാൻ ഒരു ക്രോസോൺസ് മേടിച്ചു. ഇതിൻ്റെ പേര് ബിറോഷി എന്നോ എന്തോ സംഭവം. ഇവിടെ ക്രീമിൻ്റെ മേടിച്ചത്. ഇവിടെ 2 രീതിയുണ്ട്. ഇവിടെ ഇങ്ങനെ കൗണ്ടറിൽ നിന്ന് നമുക്ക് കുടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ സൈഡിൽ ഇരിക്കാം. ഇങ്ങനെ കൗണ്ടേഴ്സിൽ ഇരിക്കാൻ പറ്റും. അതിന് ചാർജ് ഡിഫറെൻ്റ് ആണ്, ഇതിന് ചാർജ് ഡിഫറെൻ്റ് ആണ്. സോ രണ്ടും മേടിച്ചു. നമ്മൾ ഈ വ്ളോഗ് ചെയ്യാനായിട്ട് കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും ചെറുതായിട്ട് പണി പാളി വന്നൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ പിസ സെൻട്രലിലേക്കായിരുന്നു ടിക്കറ്റ് എടുത്തത്. പിസ സെൻട്രൽ നല്ലായിരുന്നു ട്രെയിൻ കാണിച്ചത്. പക്ഷേ നമ്പർ 651 ആയിരുന്നു. ചെറിയ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഏതായാലും ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ
മനുഷ്യൻ നിൽപ്പുണ്ടായിരുന്നു. സോ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇത് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഏറ്റവും ലാസ്റ്റ് ഞാൻ കോച്ച് 6ലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇറ്റ് വാസ് ദി എൻഡ്. ക്രോസോൺസ് എടുത്തു. ക്രോസോൺസ് നല്ല ടേസ്റ്റിയാണ്. ഞാൻ ക്രീമുള്ളതാണ് എടുത്തത്. അങ്ങനെ ഫൈൻ പിസ്സ സെൻട്രലെത്തി. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ലൈനിൽ നിൽക്കുന്നേ ഉള്ളൂ. നേരെ പിസ്സ സെൻട്രലിൻ്റെ സ്റ്റേഷൻ്റെ നേരെ പുറത്തിറങ്ങി പോവാ. ബസ്സസ് ഉണ്ട് അവിടെ. ബസ് ചോദിച്ചു നോക്കാം എങ്ങനെയാണുള്ള ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ. ഏതായാലും ബ്രൈറ്റ് സണ്ണിയാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇന്നലെ ലേക്ക് ഹോം പോയപ്പം മഴയും കാര്യങ്ങളും തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് കുഴപ്പമില്ല. ഞാൻ അവിടെ ഒരു മെഷീൻ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ടിക്കറ്റ് എടുത്തു. ഇതാണ് ടിക്കറ്റ്. €1.70 ആയി. ഇതാണ് ബസ് 1+ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇങ്ങനെ നോക്കട്ടെ. ഏതായാലും അങ്ങനെ ഇവിടെ സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഡ്രൈവർ ഓൾറെഡി പറഞ്ഞിരുന്നു പിസ്സ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും ഇറങ്ങി. അത് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടിയിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ 4-5 പേരേ ഉള്ളായിരുന്നു. അല്ലെങ്കിൽ ഫുള്ളായിരുന്നു. ഇപ്പം എങ്ങോട്ടാണ് പോകുന്നത് നോക്കാം. ഒത്തിരി ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇന്ന് വെതർ നല്ലതായതുകൊണ്ട് ഒത്തിരി പേരുണ്ട്. കഴിഞ്ഞ 2 ദിവസം ചെറിയ തണുപ്പ് അല്ലെങ്കിൽ മൂടിയ ക്ലൈമറ്റ് ആയിരുന്നു. ഇന്നാണെങ്കിൽ ഒത്തിരി പേര്. ക്രൗഡ് കൊണ്ട് ഒരു രക്ഷയില്ല. ഇവിടുത്തെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഹാർഡ്ലി ഒരു 2 minutes വാക്കേ ഉള്ളൂ. ആ ഒരു എൻഡിൽ നിന്ന് ഇവിടം വരെ വരാനായിട്ട് ഉള്ള ഡിസ്റ്റൻസേ ഉള്ളൂ ലീനിങ് ടവർ ഓഫ് പിസയിലോട്ട്. സോ ഐ റെക്കമെൻഡ് സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു ബസ് എടുത്തു കഴിഞ്ഞാൽ 1+ എന്ന ബസ്സിൻ്റെ നമ്പർ അതെടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇവിടെ വന്ന് ഇറങ്ങാം. €1.70 ഏതാണ്ട് ബസ്സിൻ്റെ ടിക്കറ്റ്. സോ ഇറ്റ്സ് വെരി ഈസി. ഭയങ്കര ക്രൗഡഡാണ് ഇവിടെ. ആരെ കണ്ടു കഴിഞ്ഞാലും ലീനിങ് ടവർ പിസയുടെ ഒരേ പോസ് എടുക്കാനായിട്ട് നിൽക്കുക. This is the place. ടവർ ഓഫ് പിസ കണ്ടു. ഇനി ഇവിടുന്ന് പോവാം. ഇതാണ് സ്റ്റേഷൻ. ട്രെയിനിൽ വേണമെങ്കിൽ നമ്മുടെ ബസ്സിൽ വേണമെങ്കിൽ നമ്മുടെ കാർഡ് ടാപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞത് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ അത് വാലിഡേറ്റ് ചെയ്യണം. ഇങ്ങനത്തെ ഒരു മെഷീൻ കാണും. ഇവിടെ നിങ്ങളുടെ ടിക്കറ്റ് കൊണ്ടുവന്ന് സ്കാൻ ചെയ്യിപ്പിച്ചാൽ മതി. ഇതിൻ്റെ തൊട്ട് ഇൻസേർട്ട് ഇട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വാലിഡേറ്റ് ആവും. വാലിഡേറ്റ് ചെയ്തില്ലെങ്കിൽ ഫൈനുണ്ട്. ഇവർ ചെക്കർ വന്നു കഴിയുമ്പോൾ അവർ ട്രെയിൻ വാലിഡേറ്റഡ് ആവുന്നോ അല്ലയോ, ടിക്കറ്റ് വാലിഡേറ്റഡ് ആവുന്നോ അല്ലയോ. അങ്ങനെ ഫ്ലോറൻസിലോട്ടുള്ള നമ്മുടെ ട്രെയിൻ എത്തി. ഇതാണ് നമ്മുടെ ട്രെയിന്. നല്ല തിരക്കുണ്ട് സ്റ്റേഷനിൽ.
ഫ്ലോറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിൻ്റെ ട്രെയിൻ സ്റ്റേഷൻ നോക്കുകയാണെങ്കിൽ ഫിറൻസി സെൻ നോവേല എന്ന് പറഞ്ഞ ഇതിൻ്റെ ട്രെയിൻ സ്റ്റേഷൻ. സോ സമയം ഏകദേശം 2 മണി കഴിഞ്ഞു. 2 മണിക്കുള്ളിൽ എനിക്ക് ചെക്ക് ഇൻ ചെയ്യാം ഹോസ്റ്റലിൽ. ഒത്തിരി ടൈപ്പിൻ്റെ ഫ്രോഡ്സ് ഉണ്ട് ഇറ്റലിയിൽ. ഞാൻ നേരത്തെ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നേരിട്ട് നമുക്ക് ഒത്തിരി ഫേസ് ചെയ്യാൻ പറ്റും. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതും മിക്കവാറും ഉള്ളത് ആഫ്രിക്കൻസിൻ്റെ ഫ്രോഡ്സാണ് വരുന്നത്. അവരെങ്ങനെ വരുന്നത്, അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഹായ് ബ്രദർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൈ തരും. കൈ തന്നിട്ട് നമ്മുടെ കയ്യിലോട്ട് ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് ഇടും. അപ്പം ഞാൻ കണ്ടു ഒരാളെ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇത് എൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ ഫ്രണ്ട്സായി എന്ന് പറഞ്ഞ് ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് ഇടും. അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് ശരിയെന്ന് പറഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞാൽ അങ്ങനെ പോകാൻ പറ്റത്തില്ല. നമ്മുടെ കയ്യിൽ നിന്ന് 1 രൂപ മേടിക്കും ആ ഫ്രണ്ട്ഷിപ്പ് ബാൻഡിന്. അത് അവരുടെ വായി വരുന്ന പ്രൈസാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഓരോ രീതി അനുസരിച്ച് അവർ അതനുസരിച്ച് ഇത് മേടിക്കും. അവിടെ വെച്ചാണെങ്കിൽ ഞങ്ങൾ മിലാനി വെച്ച് കാണിച്ചില്ലായിരുന്നു, ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റില്ലായിരുന്നു. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പ്രാവിനെ അടുത്ത് വിളിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലൊരു സാധനം തരും. ഇങ്ങനെ എന്താ പറയുന്നത്, ചോളമില്ലേ, ചോളം തരും. എന്നിട്ട് ഇത് വെക്ക് ഇങ്ങനെ നമ്മുടെ കയ്യിലോട്ട് തരുവാണ് ചെയ്യുന്നത്. നമ്മളറിയാതെ കൈ നീട്ടി കഴിച്ചാൽ നമ്മുടെ കയ്യിലോട്ട് അത് വീണു. അപ്പോഴത്തേക്ക് ശരി നമ്മൾ പ്രാവിനെല്ലാം ഇത് ചെയ്യും, വരുത്തും, ഫോട്ടോ എടുക്കും. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവർ പറയും ഇനി ഇത്ര രൂപ എന്ന് പറയും. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് അവരൊരു ഗ്രൂപ്പായിട്ടാണ് പല സ്ഥലത്തും മാറിയാണ് നിൽക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ 8 മണി കിട്ടും. ഫേമസ് സ്പോട്ടാണ്. അതിൻ്റെ നേരെ മുമ്പിൽ കാണുന്ന എൻ്റെ ഹോസ്റ്റല്. ഇവിടെ ഒന്ന് ചെക്ക് ഇൻ ചെയ്യേണ്ടി. ഇവിടെ വെള്ളം ടോയ്ലും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിനും നല്ല ചാർജ് ആയിരുന്നു. ഒരു രക്ഷയില്ല. എൻ്റെ വോയിസൊക്കെ എക്കോ അടിക്കുന്നില്ല. ഇന്നത്തെ റൂമൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് അറിയത്തില്ല. ഇവിടെയായിരുന്നു റിസപ്ഷൻ. മെയിൻ ഡോർ ഇങ്ങനെ ക്ലോസ് ചെയ്തേക്കുക. എന്നിട്ട് ഒരു സംഭവമാണെന്ന് തോന്നിക്കുന്നു. ഹിസ്റ്ററി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കണം. ഹോസ്റ്റൽ സെറ്റപ്പ് ഇതിൻ്റെ മുറിയോ ഏതാ? എനിക്ക് ഗാർഡൻ ഉണ്ടല്ലോ. ഫോട്ടോൻ്റെ ഇതൊക്കെ തന്നെയായിരുന്നു. ഇത്രയും വലിയ ഹോസ്റ്റൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇറങ്ങിയിട്ട് ഹോസ്റ്റൽ മെയിൻ ഡോർ കൊടുത്തിട്ടില്ല. റൂം നമ്പർ 105. ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഹൊറർ ഫീലുണ്ട്. ഹൊറർ. ഗുഡ് ഈവനിങ്. ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങി. നല്ല വെയിലും ഉണ്ടായിരുന്നു. എൻ്റെ ഇതാണ് ഹോസ്റ്റല്. ഞാൻ ഇനിയൊന്ന് സിറ്റി സെൻറ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് ഇറങ്ങുക. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വഴിയെ കാണിക്കാം. എൻ്റെ ഹോസ്റ്റലാണത്. ആ വലിയ ബിൽഡിംഗ് കാണുന്ന ഹോസ്റ്റല്. അത് നേരെ മുമ്പിലാണ് സംഭവം കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതാണെന്ന് തോന്നുന്നത് ഫേമസ് കത്തീഡ്രൽ. അങ്ങനെ ഫൈനലി പിയാസ ദി സെൻ ജിയോവാനി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി. സോ എൻ്റെ ബാക്കിൽ കാണുന്ന സീ പ്രോപ്പർലി. സോ നല്ല കാറ്റുണ്ട്. Right behind.
അടുത്തത് നമുക്ക് പ്യാസ ദി സിഗ്നോറിയ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകാം. സോ ഇത് കണ്ടു. ഇനി അടുത്തതാണ് ഈ വഴിയാണ് കാണിക്കുന്നത്, സ്ട്രെയിറ്റ് റൂട്ടാണ് കാണിക്കുന്നത്. നേരെ പിടിച്ചാൽ മതി. സ്ട്രീറ്റുകൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്, എന്താണെന്ന് അറിയത്തില്ല, ഒരു വേറൊരു രസമാണ്. നമ്മൾ ഈ സ്ട്രീറ്റുകൾക്കൊക്കെ വാക്ക് ചെയ്യാണ് നടക്കാൻ നേരത്ത്, അതൊരു വേറെ ഫീലാണ്. ലൈക്ക് ബിഗ് ബിൽഡിങ്സ്, നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ. ആൻഡ് ടോട്ടലി ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്. വാട്ട് ഇസ് ദ നെയിം ഓഫ് ഓൾ ദിസ്? Cannoli. How much is it? €3. Thank you. ഹായ് ഓൾ, നമ്മൾ ഓൾമോസ്റ്റ് സ്ഥലം എത്തിയിട്ടുണ്ട്. പിസ ഡെല സിംഗോർണിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. പിസ ഡെല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ഓഫ് സിംഗോർണിയ എന്ന് പറഞ്ഞ ഒരാളുടെ സ്റ്റാച്യു ഉള്ള സ്ഥലത്ത്. സ്ക്വയർ എന്ന് വെച്ചാൽ നമ്മളൊരു മീറ്റിംഗ് പോയിന്റ്, ഒരു ജംഗ്ഷൻ, അങ്ങനത്തെ ഒരു ഇതിനെയാണ് പറയുന്നത്. അവിടെ തന്നെ പിസ ഡെല സിംഗോർണിയൻ്റെ അടുത്ത് തന്നെ ഡേവിഡിൻ്റെ സ്റ്റാച്യു ഉണ്ട്. ലൈക്ക് അവരുടെ സ്കൾപ്ചറും കാര്യങ്ങളും. സോ ഇത് കംപ്ലീറ്റ്ലി കാവ്ഡ്, ന്യൂഡായിട്ടുള്ളതായിരിക്കും. സോ ഐ ഡോണ്ട് സേ എനിത്തിങ്. ആൻഡ് ഇതാണ് പിസ ഡെല സിംഗോർണിയ എന്ന് പറയുന്നത്. ഇത് സെങ്കോർണിയയുടെ സ്റ്റാച്യുവാണ്. ഫൗണ്ടനും കാര്യങ്ങളും കുതിരകളും ആ രീതിയിൽ ഫുള്ള് കാർവ് ചെയ്തെടുത്തേക്കുന്ന മാർബിളിൽ. അവിടെയായിട്ടായി ഡേവിഡിൻ്റെ സ്റ്റാച്യു വെച്ചിട്ടുള്ള, വിച്ച് ഇസ് ഓൾസോ ഫേമസ്. ഇതാണ് ഒരു സ്ക്വയർ. ലൈക്ക് ഭയങ്കര വലിയ സ്ക്വയറാണ്, ഒത്തിരി പേരുണ്ട്. 8 മണിയായ സമയം, പക്ഷേ സൺസെറ്റ് ആയിട്ടില്ല, അതുകൊണ്ട് ഇപ്പോഴും നല്ല വൈബുണ്ട് ഇവിടെ. സോ ഈ സ്ക്വയറിൽ ഡേവിഡിൻ്റെ സ്റ്റാച്യു സ്കൾപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് പ്രിറ്റി ഡീസൻറ്റ്. ഇവിടെ വേറൊരു ഇതും കൂടെ, പേരും കൊടുത്തിട്ടില്ല. അതല്ലാതെ ഈ ഒരു സ്ഥലത്ത് ഒത്തിരി സ്കൾപ്ചറും കാര്യങ്ങളും ഒക്കെ കർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ക്ലോസ്ഡാണ്, നൈറ്റ് ആയതുകൊണ്ട്. ദിസ് ഇസ് ദ പിസ ഡെല സിംഗോർണിയ എന്ന് പറയുന്നത്. സ്ഥലമൊക്കെ എന്ന് വെച്ചാൽ നല്ല ബ്യൂട്ടിഫുൾ. ഇപ്പം വെതർ നല്ലതായതുകൊണ്ട് ഇറ്റ്സ് ലൈക്ക് സോ അമേസിങ്. ക്ലൈമറ്റ് ഇത് 8 മണിയായി, എന്നാലും ലൈക്ക് ലൈറ്റ് ഉണ്ട്, ഇരുട്ടിയിട്ടില്ല. സോ ഇറ്റ്സ് ഗുഡ്. രാത്രി ആകാറായി, സമയം ഏകദേശം 8:20. നല്ല ലൈറ്റുണ്ട്. ബിൽഡിങ്സ് ഒക്കെ ഉണ്ടോ, ഒരു ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളറാണ്. ലൈക്ക് എന്താ പറയുന്നത്, ഒരു ഗ്രീനിഷ് ടിഞ്ച് വരുന്ന, ഒരു ഗ്രീൻ അല്ല, ഒലിവ് ഗ്രീനിനെ പോലത്തെ ഒരു കളറും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ റോഡ്സും സ്ട്രീറ്റും ഒക്കെ ടോട്ടലി ഒരു ഡിഫറെൻറ്റ് വൈബാണ് വരുന്നത്. നമുക്ക് എന്താ പറയുന്നത്, ലൈക്ക് UK പല സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതി ഇറ്റലിയിലേ ഉള്ളതെന്ന് എനിക്കറിയാം. എന്നാലും ടോട്ടലി ഡിഫറെൻറ്റ് ആർക്കിടെക്ചർ, ബിൽഡിങ്സിൻ്റെ സൈസ് ആണെങ്കിൽ ഹ്യൂജായിട്ട്, ലൈക്ക് ക്യാമറയിലൊക്കെ എപ്പോഴും കിട്ടുന്നുണ്ടെന്ന് അറിയില്ല, ഭയങ്കര ഹ്യൂജായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ഇതൊരു സ്ട്രീറ്റ് അങ്ങോട്ട് പോകുന്നത്. എൻ്റെ ഹോസ്റ്റൽ നേരെ ഓപ്പോസിറ്റ് സൈഡാണ്, ആ സൈഡിലാണ്. ഈ ആർട്ടാണെങ്കിലും ലൈക്ക് ഭയങ്കര, നമ്മൾ ക്ലോസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ഈ ആർട്ട് കാണാനായിട്ട്. ഈ ഒരു ആർട്ടുണ്ട്, ഇവിടെ വേറൊരു ആർട്ടുണ്ട്, സ്കൾപ്ചറുണ്ട്. ഇതെല്ലാം ലൈക്ക് ഒരു ടോട്ടലി ഡിഫറെൻറ്റ് രീതിയാണ്. ഇവിടെ നിന്ന് കഴിക്കാമെന്ന് തീരുമാനിച്ചത് നേരെ ഇതിൻ്റെ മുമ്പിലുള്ള റെസ്റ്റോറൻറ്റാണ്. 8.50 €8.50. How do you say molto bene? Muito bom. Gracias. Ciao. സാധനം കൊള്ളാം. ചീസിൻ്റെ ഫ്ലേവറൊക്കെ നല്ലതായിട്ട് വരുന്നുണ്ട്. ചീസിൻ്റെ ടേസ്റ്റ്
ഇഷ്ടമാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഞാൻ സലാമ വിത്ത് ചീസാണ് പറഞ്ഞത്. വെരി ഗുഡ്. ആൻഡ് ക്വാണ്ടിറ്റിയും നല്ല വലുതാണ്. നേരെ ഇവിടെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കാനായിട്ട് ഒരു സൗണ്ട് കേട്ടു, പാട്ടാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് നിർത്തി. എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞപ്പം ഇവിടെ ഒരു ചങ്ങായി ഞാൻ ആക്ച്വലി ജസ്റ്റ് റൂം മാത്രമായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ജെനിഫർ എന്ന് പറഞ്ഞാൽ, പുള്ളിക്കാരിയുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഞാൻ ഇട്ടേക്കാം. പുള്ളിക്കാരി ഇങ്ങനെ ട്രാവൽ ചെയ്യും, 25 കൺട്രീസ് പ്ലസ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരി എന്നോട് പറഞ്ഞ് ജോസ് പോവാണെങ്കിൽ ഫ്ലോറൻസ് മിസ് ചെയ്യല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പിസ്സ കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിസ്സ ഈസ് ഫൈൻ, ലൈക്ക് യു ജസ്റ്റ് വാച്ച്, ബട്ട് എന്ത് പറ്റിക്കഴിഞ്ഞാലും ഫ്ലോറൻസ് മിസ് ചെയ്യല്ലേ, ദർ ഇസ് ലോട്ട് ടു സീ ഓവർ ദാറ്റ്. പുള്ളിക്കാരി ഇവിടെ വന്നിട്ട് 2-3 ദിവസമാണ് നിന്നതാണ്. സോ ഡോണ്ട് മിസ് ദാറ്റ് എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ പുള്ളിക്കാരി അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ബട്ട് ഇറ്റ് വാസ് ദ വർത്ത്. ഒത്തിരി കാണാനായിട്ടുണ്ട്, ഇനിയും ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട്. പക്ഷേ എനിക്ക് നാളെ റൂമിലോട്ട് പോകണം. റൂം എനിക്ക് പ്രോപ്പറായിട്ടിരുന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് നാളെ റൂമിലോട്ട് പോകും. സോ ദാറ്റ് വാസ് മൈ ബർത്ത്ഡേ 8th of May ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹോസ്റ്റലും കാര്യങ്ങളെല്ലാം നാളെ കാണിക്കാം, എങ്ങനെയാണ് എന്തുവാന്നൊക്കെയുള്ളത് പ്രോപ്പറായിട്ട് നാളെ കാണിക്കാം. ഇറ്റ്സ് എ ക്വൈറ്റ് ബിഗ് ഹോസ്റ്റലാണ് ആൻഡ് ഇറ്റ്സ് ഗുഡ് ഡീസൻറ്റ്. ഇവിടെ വേറെ വിൽക്കുന്നുണ്ട്, ഏതായാലും നോക്കട്ടെ ഇവിടെ എത്ര പ്രൈസ്. ഒന്ന് ഏതായാലും മേടിച്ചേക്കല്ലേ. അവിടെ നിന്ന് ഐസ്ക്രീം മേടിക്കാമെന്ന് വെച്ച് മേടിച്ചിട്ടില്ല. ആൻഡ് ഇപ്പം തൽക്കാലം ഈ സ്ട്രീറ്റ്സിൽ കൂടെ ഒക്കെ നടക്കുക. ഒത്തിരി സ്ഥലത്ത് ഒത്തിരി കാര്യങ്ങളും കടകളും എല്ലാം ഉണ്ട്. ഭയങ്കര വലിയ ബ്രാൻഡ്സിൻ്റെ ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്. ഏതൊക്കെ എന്തൊക്കെ ബ്രാൻഡ് നമുക്കറിയാവുന്ന ഗുച്ചി, ലൂയി വിട്ടനും പിന്നെ അങ്ങനത്തെ ഒന്നുണ്ട്, പ്രാഡയും ഒക്കെ അല്ല. അതല്ലാതെ ഒത്തിരി ബ്രാൻഡും കാര്യങ്ങളുണ്ട്. അത് വലിയ ബ്രാൻഡാണെന്ന് പോലും അറിയത്തില്ല, അതാണ് കുഴപ്പം. എൻ്റെ ക്യാമറ ലോ ലൈറ്റ് ഒട്ടും ഉള്ളതില്ല. ബട്ട് വാട്ട് ഡിഡ് ഐ മിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് വാട്ട് ഐ മിസ്. അടിപൊളി ഒരു ഫീല്, ലൈറ്റ്, കാറ്റ്, റൊമാൻറ്റിക് ആയിട്ടുള്ള മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ സോ ഗുഡ്. ആൻഡ് ഒരു ഐസ്ക്രീം പിടിച്ചോണ്ട് അടിപൊളി. ഇവിടെ ആരും മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. സ്കൈസ് നല്ല ബ്ലൂ ആണ്, താഴെ ഷെയ്ഡായിട്ട് ഓറഞ്ചിഷ്, ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം സോ ഗുഡ്. ഒരു ഐസ്ക്രീം വിത്ത് സം മ്യൂസിക്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 10 കണ്ടിട്ടുണ്ടോ? അപ്പോൾ ആ 10ൻ്റെ അകത്ത് ഒരു വിൻഡീസിൽ വലിയൊരു ബോൾ പോലെ ഇരിക്കുന്ന ഒരു ബോംബാണ്. അപ്പോൾ ആ ബോംബിനെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പല സ്ഥലത്ത് കൂടെ ഡൈവേർട്ട് ചെയ്ത് ഒരു സ്ഥലത്ത് എത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സ്റ്റെപ്സ് വരും. ആ സ്റ്റെപ്സ് വന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ പുള്ളി ഇങ്ങനെ തട്ടി സൈഡിലോട്ട് മാറ്റി ആ സ്റ്റെപ്സ് എല്ലാം തകർത്ത് ഒക്കെ ചെയ്യുന്ന സീനുണ്ട്. ആ സ്റ്റെപ്സാണ് സ്പാനിഷ് സ്റ്റെപ്സ്.